ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ സിനിമയ്ക്ക് പോയാൽ എന്തൊരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കും. പക്ഷേ ആ സിനിമയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നല്ലേ? അപ്പോൾ ഞാൻ കാണാൻ പോകുന്ന പടം ഏതാണെന്ന് ആദ്യം തന്നെ പറയാം. വാഴ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ്. വിപിൻ ദാസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ജയ് ജയ ഹേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വിപിൻ ദാസ് എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് കഥ എഴുതിയിരിക്കുന്ന റൈറ്റർ. ആനന്ദ് മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ് അതിൻ്റെ ഡയറക്റ്റ് ചെയ്തേ. അപ്പോൾ ആനന്ദ് മേനോൻ എന്ന് പറഞ്ഞത് പുള്ളിയുടെ ഗൗതമൻ്റെ രഥം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. അപ്പോൾ ആളുടെ തന്നെയാണ് ഈ വാഴ എന്ന സിനിമ. അപ്പോൾ ഇത് കാണാൻ പോണതിൽ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങളാരും അറിയാതെ ഞാനൊരു സിനിമാ നടനായിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആ സിനിമയിൽ ഒരു ചെറിയൊരു സീനിൽ ഒരു കുഞ്ഞൊരു ചെറുതായിട്ടൊരു കാണാം. എന്നാലും ഞാൻ സിനിമയിൽ അഭിനയിച്ചില്ലേ ഗൈസ്, ഞാൻ ഇങ്ങനെ സിനിമ നടനായി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ചെയ്യാൻ പറയുകയാണ് ഗൈസ്. അങ്ങനെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ സീനിൽ എന്നെ കാണാൻ പറ്റും. അപ്പോൾ പാട്ടിലൊരു സീനിലാണ് ചെറുതായിട്ട് എന്നെ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു സീനിലും കൂടി ഉണ്ട്, അതിനകത്ത് കറക്റ്റ് തന്നെ കാണാൻ പറ്റില്ല. ചെറുതായിട്ട് ഞാൻ ഫേസ് ഇങ്ങനെ അടച്ചു പിടിച്ചു ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ് ഗൈസ്. പാട്ടിലൊരു സീനിലുണ്ട്, അത് യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു വലുതായി വലിയ ബിഗ് സ്ക്രീനിൽ കാണാമല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. അപ്പോൾ സിനിമയിൽ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉറപ്പൊന്നുമില്ല, കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഈ വണ്ടി എടുത്ത് പോവാണ്. അയ്യോ ഗൈസ്, താക്കോൽ എടുക്കാൻ മറന്നുപോയി. താക്കോൽ എടുക്കാതെയാണ് പോയത് ഗൈസ്. അപ്പോൾ ടിക്കറ്റ് എടുത്തോണ്ടോ? ഗൈസ്, ടിക്കറ്റ് എടുത്തോണ്ട് ടിക്കറ്റ് മറന്നിട്ടില്ല ഗൈസ്. നമ്മൾ ഇപ്പോൾ പോയ 3:15 ഷോക്കാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം വാച്ചും കിട്ടിയില്ല. ഇപ്പോൾ സമയം ഏകദേശം ക്യാമറയിലും കാണുന്നില്ലല്ലോ. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ടായി. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ 3:15 2:45 ആകുമ്പോൾ ഇറങ്ങി പതിയെ അവിടെയൊക്കെ നിന്ന് അതല്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ആ സിനിമയുടെ ടൈമിൽ പോയി ബ്ലോക്കും വല്ല ഇതും വന്നു കഴിഞ്ഞാൽ പിന്നെ പതിയെ സാവധാനം സിനിമ പകുതിയായിട്ടെത്തും. പിന്നെ എൻ്റെ സീൻ കഴിഞ്ഞാൽ പിന്നെ ആരെടുക്കും? അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പതിയെ ഇറങ്ങാം വണ്ടി എടുത്തിട്ട്. അപ്പോൾ നമുക്ക് സിനിമയിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടുവരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലിട്ടിട്ട് എന്നെ മെൻഷൻ ചെയ്ത് ടാഗ് ചെയ്ത് തരണം എൻ്റെ സീൻ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ട് കാണാം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ താക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഇറങ്ങാം. ഓണായിട്ടുണ്ട്. കോഫി ഇറങ്ങാൻ പതിയെ ചില്ലൊക്കെ അടച്ചിട്ടില്ലേ നമ്മൾ പതിയെ ഇറങ്ങുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ കിട്ടിയത് എല്ലാവരും ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഗൈസ് നിൽക്കുകയാണ്. സിനിമ ഏകദേശം തുടങ്ങാറായിട്ടില്ല. സമയം ഏകദേശം 3:12. കോപ്പിറൈറ്റ് കിട്ടുന്ന അങ്ങനെ പാട്ടിന്. അപ്പോൾ ഞാനിവിടെ ചെന്ന് നിർത്തുകയാണ് ഗൈസ്. നമ്മളങ്ങനെ പോയ കണ്ടിറങ്ങിയാണ്. സൂപ്പർ സിനിമ എന്നെ കണ്ടു ഗൈസ്. അങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ സിനിമ കണ്ട് വീട്ടിലെത്തിക്കുകയാണ് ഗൈസ്. അങ്ങനെ തന്നെ സിനിമയിലെടുത്തു. ഞാനങ്ങനെ ഒരു സിനിമ നടനായി ഗൈസ്. അങ്ങനെ ഞാൻ സിനിമ നടനായി ഗൈസ്. നമ്മൾ കണ്ട സിനിമയുടെ അടുത്ത് കണ്ട സിനിമയുടെ പേര് തന്നെ വാഴ. നമ്മളൊരു വാഴയുടെ അടുത്തു നിന്നാണ് ഗൈസ് നമ്മൾ പറയുന്നത്. ഞാനൊരു സിനിമ നടനായിക്കാണ് ഗൈസ്. സിനിമയിൽ തന്നെ കണ്ട
ഗൈസ് അങ്ങനെയാ സിനിമ ഉണ്ടായി ഗൈസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ പോയി കാണാം. ഞാനെടുത്ത ക്ലിപ്പ് ദേ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടു. തമ്മിൽ അടി കൂടാതെ ആദ്യം അവളോട് പോയി ചോദിക്കുക ആരെ ഇഷ്ടമൊന്നും. എന്നെ അപ്പൊ ഗൈസ് സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേരെന്താ? ഇപ്പൊ ഏത് സിനിമ? ആ ഗൈസ് അങ്ങനെ നമ്മള് വാഴ കണ്ട് പിന്നെ ഞാൻ 4 പടങ്ങൾക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പടങ്ങളും കൂടി എൻ്റെ ഇറങ്ങാനുണ്ട് ഗൈസ്. എനിക്ക് ബിസി ഷെഡ്യൂൾ കാരണം ഇത്ര വലിയ ആക്ടറായി പോയതുകൊണ്ട് എനിക്ക് സമയമില്ല, ബിസിയാണ്. അപ്പോൾ ഗൈസ് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ആക്ടേഴ്സിന് അങ്ങനെ വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ ഉള്ള മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഷൂട്ടിങ് തിരക്കിലൊക്കെ ആയിരിക്കും ഗൈസ് ഞാൻ. അപ്പോൾ ചിലപ്പോൾ വീഡിയോസൊക്കെ കുറവായിരിക്കും ഗൈസ്. അപ്പോൾ ചുമ്മാ ഗൈസ്. അപ്പോൾ ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കൊടുങ്ങല്ലൂരും ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അന്നത്തെ വീഡിയോസൊക്കെ എന്തെങ്കിലും തപ്പി കണ്ടുപിടിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ആ സ്കൂളൊക്കെ മറ്റേ ചെറുപ്പകാലത്തിൽ കാണിക്കുന്ന സ്കൂളും പിന്നെ ഒരു കോളേജും കാണിക്കണ ആ സ്കൂളും ഞാൻ കാണിച്ചു തരാം. രണ്ടും ഇരിഞ്ഞാലക്കുട സ്ഥലത്ത് തന്നെ ഉള്ളതാണ്, പനങ്ങാട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ളതാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ നിങ്ങൾ കാണാത്തതുകൊണ്ട് ഈ വാഴ സിനിമ പോയി കാണാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബായ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഗൈസ് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ തന്നെ സമയം കുറേ നേരമായി, 7 മണിയായി. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കാറിലാണ് പോയത്. റോക്കി കുട്ടൻ എന്താ കയ്യൊക്കെ പൊക്കണം, എൻ്റെ ഒന്നുമില്ല ഗൈസ്. ഞാനിപ്പോൾ ഇങ്ങനെ അങ്കട് കിടക്കും. കാര്യം ഇവനെ പറ്റിക്കാം. അങ്ങനെ ഉണ്ടായി ഗൈസ്, അവനെ ഞാൻ പറ്റിച്ചതാണ്. വാ ചാടി ജമ്പ്. ചാടി വീഴുള്ളൂ, പൈച്ചറിഞ്ഞില്ല. ഈ വള്ളി ഇത് എൻ്റെ എത്ര 4ാമത്തെ ചങ്ങല. ഇത്ര നാൾ ഇതിന് മുൻപ് വരെ വള്ളിയായിരുന്നു കെട്ടിയിരുന്നത്. വള്ളി ഇവൻ കടിച്ച് പൊട്ടിക്കണതിന് നമ്മൾ ചെങ്ങലിട്ടേക്കാണ് ഗൈസ്. പിന്നെ ഇതും ഇവൻ കടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ ഡൗട്ട്. ചെങ്ങലിട്ട് 2 ദിവസമായിട്ടുള്ളൂ, ഫുള്ള് ചെളിയാക്കി. അല്ലേ ഗൈസ്. ശരി ബൈ.